തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു സുന്നത്താണ് ആദ്യം പരിചയപ്പെടുത്തുന്ന മഹാനവർകൾ. കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ചാവണം. കൈ ഉയർത്തി തീരുന്നതും തക്ബീർ ചൊല്ലിത്തീരുന്നതും ഒന്നിച്ചാവണം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൈ ഉയർത്തുക, താഴേന്ന് കൈ ഉയർത്തിൽ തീരൽ ഇവിടെ നിന്നാണ്, ബാക്കി താഴ്ത്തലാണ്. താഴ്ത്തുമ്പോൾ ഒന്നും ചെല്ലാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് തീരേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് തീരേണ്ടത് ഇവിടെയാണ്, ചൊല്ലാൻ തുടങ്ങേണ്ടത് ഇവിടെയാണ്. അപ്പോൾ എങ്ങനെ? അല്ലാഹു അക്ബർ അവിടുന്ന് തീരേണ്ടത്, പിന്നെ ഒന്നുമില്ല. അധിക ആളും ലോകത്ത് 80% ആളും അത് ശ്രദ്ധിക്കൂല. അധിക ആളും എങ്ങനെ കേട്ടൽ? അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുന്ന് തീരണം. പിന്നെ ഇങ്ങനെ കൈ ഒന്നും ഇല്ലാണ്ട് പോകുമ്പോൾ ഒരു എന്തോ ബേജാറ്, ഉസ്താദെ ലഗേജ് ഇല്ലെങ്കിലും ഹാൻഡ് ബാഗെങ്കിലും ഉണ്ടാവില്ല നല്ലതല്ലേ എന്നുള്ള ഒരു മൂപ്പരുടെ ഒരു ചിന്തയാണത്. അതൊന്നും ചെല്ലാനൊന്നുമില്ല, ഇവിടുന്ന് തീരണം. അല്ലാഹു അക്ബർ, അതാണ് ഒന്നാമത്തെ സുന്നത്ത്. ഇന്ന് മുതൽ നമ്മളെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഈ ക്ലാസ് നമുക്ക് ആഖിറത്തിൽ സാക്ഷിക്കൂലേ. ഇപ്പോഴത്തെ ക്ലാസ്സും പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫീഡ്ബാക്കുകളാണ്. നല്ല പ്രസംഗം കേട്ടോ മൂപ്പരെ. ഞാൻ അധികം യൂട്യൂബിലെ മൂപ്പരെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല രസം. ഇതിനെ കൊണ്ടല്ല എന്താ കിട്ടും? ദുനിയാവിലൊരു സാധനം ഉണ്ടാവില്ല, ആഖിറത്തിലും കിട്ടൂല. അതിനെ കൊണ്ട് നമുക്ക് എന്താ ഇപ്പോൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് കിട്ടൽ? ഈ സുന്നത്ത് നമ്മളെ ജീവിതത്തിൻ്റെ പാർട്ടാക്കുക.